ഹലോ, ഈ വീഡിയോയിലൂടെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2023 നടന്ന മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഫോർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ സെക്ഷൻ എ അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പം എന്താ, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ഡയറക്റ്റായിട്ട് ഉത്തരം എഴുതാം. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഈസ് ഫൗണ്ട് ബൈ ഇന്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ഇൻ ടു കോളം ഓർ കോളംസ് ഇൻ ടു റോ. ഒരു മെട്രിക്സ് എടുക്കുക, അതിൻ്റെ റോ എന്ത് ചെയ്യുക, നമ്മൾ കോളം ആക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കോളംസ് എന്ത് ചെയ്യുക, റോ ചെയ്യുക. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ മെട്രിക്സ് ട്രാൻസ്പോസ് കിട്ടും. ഇനി എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിൾ എന്താ, ഞാൻ മെട്രിക്സ് എടുത്തു. എ ഈസ് ഈക്വൽ ടു 1 2 3 4 എന്നൊരു മെട്രിക്സ് എടുത്ത് ഇനി എന്ത് ചെയ്യണം, ഇനി ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് അതെങ്ങനെ ഡിഫൈൻ ചെയ്യുക? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ആദ്യം അതിൻ്റെ റോ 1 2, പിന്നെ സെക്കൻഡ് റോ 3 4. അതെന്താ, ഞാൻ കോളമാക്കി എഴുതി. അപ്പോൾ അത്രയും എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഫൈൻഡ് എക്സ് വൈ സെഡ് ഡബ്ല്യു. എന്നിട്ട് എന്ത് ചെയ്ത്, രണ്ട് മെട്രിക്സിൻ്റെ ഒരു 3 മെട്രിക്സിൻ്റെ വെച്ചിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 2 മെട്രിക്സ് ആഡ് ചെയ്യാനും ഒരു മെട്രിക്സ് അത് ഈക്വൽ ടു ആണ്. അപ്പം നമുക്ക് അത് ആദ്യത്തെ ഫസ്റ്റ് റോത്തെ ഫസ്റ്റ് എലമെന്റ് നോക്കാം. ഫസ്റ്റ് എലമെന്റ് എക്സ് 3 1. അപ്പോൾ ഇക്വേഷൻ എന്താ, എക്സ് പ്ലസ് 3 ഈക്വൽ ടു 1. എന്താ, എക്സ് ഈക്വൽ ടു എന്താ, 1 മൈനസ് 3. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താ, -2. ഇനി അടുത്ത എലമെന്റ് നോക്കാം. 3 y 2 0. അപ്പം എന്താ, ഇതാ y പ്ലസ് 2 ഈക്വൽ ടു 0, y ഈക്വൽ ടു -2. ഇനി നമുക്ക് മൂന്നാമത്തെ എലമെന്റ് 1z പ്ലസ് 1 ഈക്വൽ ടു -3. അപ്പോൾ ഇത് എഴുതാം, 1z പ്ലസ് 1 ഈസ് ഈക്വൽ ടു -3. z പ്ലസ് 1 ഈസ് ഈക്വൽ ടു -3. z ഈസ് ഈക്വൽ ടു -3 -1. അപ്പോൾ zന്റെ വാല്യൂ എന്താ, -4. ഇനി അടുത്ത എലമെന്റ് നോക്കാം. എന്താ, 2w പ്ലസ് 4 ഈസ് ഈക്വൽ ടു 2. അപ്പം നമുക്ക് എഴുതി വെക്കാം. എന്താ, 2w പ്ലസ് 4 ഈസ് ഈക്വൽ ടു 2. അപ്പം 2w ഈസ് ഈക്വൽ ടു 2 മൈനസ് 4. 2w ഈസ് ഈക്വൽ ടു എന്താ, -2 മൈനസ് 4 -2. അപ്പം w എന്താ, അപ്പം ഞാൻ ബാക്കിയും കൂടെ ഡയറക്റ്റ് എഴുതാണ്. w ഈസ് ഈക്വൽ ടു എന്താ, -2/2. ദാറ്റ് ഈസ് ഈക്വൽ ടു w ഈസ് ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് ആൻസർ ശരി. എക്സ് എന്താ -2, y എന്താ -2, z എന്താ -4, w എന്താ -1. അപ്പോൾ എക്സും y z ഉം w നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ എ സിംഗുലാർ മെട്രിക്സ് ആൻഡ് പ്രൊവൈഡ് ആൻ എക്സാമ്പിൾ. അപ്പം നമുക്ക് സിംഗുലാർ മെട്രിക്സ് എന്താ നോക്കാം, എന്നിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. Singular matrix is defined as a matrix whose determinant is 0. In mathematical terms, a square matrix A is singular if and only if dit A is equal to 0. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആവുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിംഗുലാർ മെട്രിക്സ് എന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു എക്സാമ്പിൾ എഴുതാം. A is equal to എന്താ, 2 2. ഞാൻ ഡയഗണൽസ് 2 2 എഴുതി, ഒരു സൈഡിൽ 1ഉം ഒരു സൈഡിൽ 4ഉം കൊടുത്തു. ഇനി നമുക്കിത് സിംഗുലാർ മെട്രിക്സ് ആണെന്ന് എങ്ങനെ നോക്കുക? അപ്പം അതിന് ഡിറ്റർമിനന്റ് അടിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ എന്താ, 2 × 2 മൈനസ് 1 × 4. അതെത്രയാ, 4 മൈനസ് 4. അതെന്താ, 0 ആണ്. അപ്പോൾ അതെന്താ, ഒരു സിംഗുലാർ മെട്രിക്സ് ആണ്. ഏതാണ് സിംഗുലാർ മെട്രിക്സ് ആണ്, എക്സാമ്പിൾ കൊടുത്തു. അപ്പം നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ കൊടുത്തിരിക്കുന്നത്, ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 2 4 1 2. അപ്പം നമ്മൾ ഇതിന്റെ റാങ്ക് എങ്ങനെ കാണാം, ആദ്യം ഇതിനെന്ത് ചെയ്യണം,
റോ എപ്സിലോൺ ഫോമിലേക്ക് മാറ്റണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റോ എപ്സിലോൺ ഫോമിലേക്ക് മാറ്റാം. അപ്പം അതെങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് മെട്രിക്സ് എഴുതാം, എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ റോസ് ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ എന്താ ആദ്യത്തെ റോയും രണ്ടാമത്തെ റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന R1 ഇൻ്റർചേഞ്ച് R2. അപ്പം അതെന്തായി 1 2 2 4 എന്നായി. ഇനി എന്ത് ചെയ്യാം, ഈ 1ൻ്റെ അടിയിലുള്ള വാല്യൂ എന്താവണം, 0 ആവണം. അതാണ് ഈ റോ എപ്സിലോൺ ഫോം പ്രകാരം നോക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമത്തെ റോ മൈനസ് ആദ്യത്തെ റോ ഇൻറ്റു 2 എന്ന് ചെയ്യാം. അപ്പോൾ R2 മൈനസ് R1 എന്ന് ചെയ്യാം. അപ്പോൾ അടിയത്തെ സാധനം എന്ത് ചെയ്യണം, 0 ആണ്. 1ൻ്റെ അടിയിലെ സാധനം 0 ആണ്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഇക്വേഷൻ അങ്ങനെ എഴുതിയത്. അപ്പോൾ എന്തായി 1 1 2 അങ്ങനെ തന്നെ എഴുതി. എന്താ 2 മൈനസ് 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 2. അപ്പോൾ അതെന്തായിരിക്കും, 2 മൈനസ് 2 0 ആയിരിക്കും. ഇനി 4 മൈനസ് 2 ഇൻറ്റു 2 4 ആയിരിക്കും. അപ്പോൾ 4 മൈനസ് 4 എന്താ 0 ആയിരിക്കും. അപ്പം എന്ത് മനസ്സിലായി, അടിയത്തെ എലമെന്റ്സ് 0 ആയിപ്പോയി, അടിയത്തെ റോ മൊത്തം 0 ആയിപ്പോയി. അപ്പം എന്ത് മനസ്സിലായി, ഇതൊരു മെട്രിക്സ് വിത്ത് എന്താ റാങ്ക് 1 ആയിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ കോസ് എക്സ്. അപ്പം നമുക്ക് ഈ ഡെറിവേറ്റീവ് കാണുമ്പം ഇതിൽ എന്ത് മനസ്സിലായി, എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് ആണെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. യു വി ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താ, യു ഡാഷ് വി പ്ലസ് വി ഡാഷ് യു. അപ്പം യു എന്താ എക്സ് സ്ക്വയർ, വി എന്താ കോസ് എക്സ്. ഇനി അപ്പം നമുക്ക് എന്താ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവും കാണാം, കോസ് എക്സിന്റെ ഡെറിവേറ്റീവും കാണാം. ഇതിന്റെ ഈ ഫോമിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ കോസ് എക്സ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എന്താ വി എന്താ കോസ് എക്സ് പ്ലസ് എന്താ യു എന്താ എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ഇനി ഡെറിവേറ്റീവ് ഓഫ് എന്ത് വി, അതെന്താ കോസ് എക്സ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എഴുതി. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ 2x ഇൻറ്റു എന്താ കോസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താ മൈനസ് സൈൻ എക്സ്. അപ്പൊ എന്താ എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പൊ അത് ഈക്വൽ ടു എന്താ 2x കോസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ സൈൻ എക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തെന്താ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇതിലെന്താ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഫൈൻഡ് dy ബൈ dx ആണ്. പക്ഷെ എന്താ, നമുക്ക് പ്രൊഡക്റ്റ് റൂൾ തന്നെ ഇതിലും യൂസ് ചെയ്യണം. ഇത് അപ്പം എന്താ പ്രൊഡക്റ്റ് റൂൾ എന്താ, യു വി ഡാഷ് ഈസ് ഈക്വൽ ടു യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇതിൽ നോക്കണം, യു എന്താ എക്സ് സ്ക്വയർ പ്ലസ് എക്സും വി എന്താ കൊസീക് എക്സും. അപ്പം dy ബൈ dx ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ആദ്യത്തെ യു എന്തായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. അപ്പം നമ്മളുടെ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു എന്താ കൊസീക് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്താണ് അവിടുത്തെ യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ് വി. ഇപ്പം ഡെറിവേറ്റീവ് ഓഫ് ഏതാ കണ്ടത്, കൊസീക് എക്സ്. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്താ 2x പ്ലസ് 1 ഇൻറ്റു കൊസീക് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കൊസീക് എക്സ് എന്താ മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. അപ്പം അതിനെന്ത് ചെയ്യുക, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് ഉത്തരം എന്ത് ചെയ്ത്, എന്നിട്ട് ഞാൻ കൊസീക് എക്സ് പുറത്തേക്ക് എടുത്ത്. അപ്പം എന്താ 2x പ്ലസ് 1 പ്ലസ് എന്താ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു എന്താ മൈനസ് കോട്ടക്സ് ആണ്. അപ്പം മൈനസ് പുറത്തെടുത്ത രീതി
ഇൻറ്റു കോട്ടക്സ് എന്ന് എഴുതി. അപ്പോൾ ഇതായിരിക്കും എന്ത് 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ. dy/dx ഓഫ് x² + x cos xന്റെ ആൻസർ ഇതാണ്. സെക്ഷനിലെ ബാക്കി ക്വസ്റ്റ്യൻസ് പാർട്ട് 2 വീഡിയോയിലൂടെ ചെയ്ത് കാണിച്ചിരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കുക, ഈ വീഡിയോസിനൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും കാര്യങ്ങൾക്കുമായിട്ട് കാത്തിരിക്കുക. താങ്ക് യു.